സാന്റയാണോ? ഓക്കെ, എന്നാൽ നിങ്ങൾ റെഡി ആയിക്കോ, കുട്ടികളൊക്കെ റെഡി ആയിക്കോ. നിങ്ങളുടെ ഏറ്റവും ഫ്രണ്ട് സാന്റ വരാൻ പോവാണ്. നമുക്ക് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. സാന്റ ഇപ്പം നമ്മുടെ ലഡാക്കിന്റെ ബോർഡർ കടന്നിട്ടുണ്ട്. ലഡാക്കിലെ ആകാശം കടന്നെന്നാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയത്. അപ്പോൾ ഏത് നിമിഷവും ഇവിടെ നമ്മുടെ പണ്ടടാവയ ലെഷർ സെന്ററിൽ ലാൻഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും റെഡിയായിട്ട് നിൽക്കണം. പിന്നെ നിങ്ങൾ ആരും മസിൽ പിടിച്ചിരിക്കരുത്. സാന്റ വരുമ്പോൾ നമുക്ക് എല്ലാവരും സാന്റയോട് എൻജോയ് ചെയ്യണം. നാട്ടിലെ നല്ല ഒരു തകർപ്പൻ ഒരു കാരവളാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എല്ലാവർക്കും പരമാവധി വരാൻ സാധിക്കുന്നവരൊക്കെ ഇവിടെ വന്ന് സാന്റയോടെ കാരവളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പം എല്ലാവരും റെഡിയാണോ? ഓക്കെ, അപ്പോൾ സാന്റ വരുന്നതിന് മുമ്പ് ചെറുതായിട്ട് സാന്റയുടെ ഒരു കഥ ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. സാന്റാക്ലോസ് ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സാന്റ എങ്ങനെ വന്നു, എവിടുന്ന് വന്നു, നിങ്ങൾക്ക് ഇനി ഐഡിയ കുറച്ച് പേർക്ക് അറിയാമായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ നമ്മുടെ നോർത്ത് പോൾ, നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയാട്ടോ സാന്റയുടെ സ്റ്റോറി ചെറുതായിട്ട് പറയാം. നമ്മുടെ നോർത്ത് പോളിൽ ഒരു സെയിൻറ്റ് നിക്കോളാസ് എന്ന് പറഞ്ഞൊരു ബിഷപ്പ് ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഒരു വെറൈറ്റി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ക്രിസ്മസിൽ എന്തെങ്കിലും പിള്ളേർക്ക് വെറൈറ്റി ആയിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് അദ്ദേഹം ഇങ്ങനെ ആഗ്രഹിക്കുക. അങ്ങനെ അദ്ദേഹം ആലോചിച്ച് ഒരു തടി കൊണ്ട് ഒരു പ്രത്യേക സൈസ് പാവ ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ മനോഹരമായ ഒരു പാവ, അദ്ദേഹം കുറേ പാവകൾ ഉണ്ടാക്കി. അതൊക്കെ നല്ല വർണ്ണ കടലാസിൽ പൊതിഞ്ഞു. അപ്പം അദ്ദേഹം ആലോചിച്ചു, അത് നേരിട്ട് കൊണ്ട് കൊടുത്താൽ അതിനൊരു ത്രില്ല് കിട്ടത്തില്ല. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു, കഷ്ടപ്പെട്ട് വീടിൻ്റെ മേൽക്കൂരയിൽ വലിഞ്ഞു കയറി മേളിൽ കൂടെ അകത്തേക്ക് ഇടാൻ തുടങ്ങി. അങ്ങനെ അതും കുട്ടികളൊക്കെ രാവിലെ എണീറ്റ് ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി, അത് ഭയങ്കര ഹാപ്പിനെസ്സായി. അങ്ങനെ അദ്ദേഹം അത് തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഒരു ദിവസം അദ്ദേഹം പോയി ടയേർഡായി, നന്നായിട്ട് ടയേർഡായി തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ അദ്ദേഹത്തിന് അവിടെയൊക്കെ സ്ലേയിലുള്ളൂ, ഹിമവാഹനം. അപ്പോൾ അദ്ദേഹത്തിന് അതിൽ തന്നെ കലമാനുകളൊക്കെ വലിച്ചു കിട്ടി അദ്ദേഹം എന്നാൽ പിന്നെ പോകാൻ തീരുമാനിച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ഐസിൽ സ്റ്റക്കായിപ്പോയി. പിന്നെ അപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ നിന്നപ്പോഴത്തേന് ഏഞ്ചൽസ് വന്ന് അദ്ദേഹത്തിന് മാനുകൾക്ക് വിങ്സ് കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിന് ഫ്ലൈ ചെയ്യാൻ പറ്റി. ഇത് എളുപ്പം തന്നെ ടാസ്കുകളൊക്കെ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ്, ഒരു നമ്മൾ പറഞ്ഞ ഒരു വണ്ടി അദ്ദേഹത്തിന് റെഡിയാക്കി കൊടുത്തു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സാന്റയെ പറ്റിയുള്ള ഒരു ഐതിഹ്യം. നമുക്കറിയില്ല അതിലത്ര കറക്റ്റാണ് പ്ലസ് ഓർ മൈനസ്. എനിവേ ജസ്റ്റ് നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു അറിവിലേക്ക് പറഞ്ഞതാണ്. അപ്പം നമുക്ക് നമ്മുടെ സാന്റ സാന്റ എത്തിയോ? അങ്ങനെ സാന്റ ലാൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സാന്റ റെഡിയാണ്.
ഇനി എല്ലാവർക്കും തലസ്ഥാനത്ത് ഇരിക്കാവുന്നതാണ്.